ഇത് നമ്മുടെ 2021 മോഡല് ഏറ്റവും പുതിയ വാഗണറാണ് കേട്ടോ. ഇത് ചെറിയൊരു മോഡിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പരുവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ആ കടകളെ അപേക്ഷിച്ചിട്ട് നമ്മൾ ഇത്രയും ദൂരം പൈപ്പിൽ ഇത്രയും ദൂരം നമ്മൾ 49 കിലോമീറ്റർ ഉണ്ടല്ലേ, 50 കിലോമീറ്റർ അടുത്തുണ്ട് അവിടെ നിന്ന്. 50 കിലോമീറ്റർ ഇവിടെ വരെ ഞങ്ങൾ ട്രാവൽ ചെയ്ത് വന്ന് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു റീസൺ ഇല്ലാതെ നമ്മൾ ഇത്രയും ദൂരം വരില്ലല്ലോ. എറണാകുളത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആകെ 10-12 കിലോമീറ്റർ പോയാൽ എറണാകുളം ടൗണിലേക്ക് ഞങ്ങളുടെ അവിടെ. അപ്പോൾ ഇത്രയും 40-50 കിലോമീറ്റർ ഞങ്ങൾ ട്രാവൽ ചെയ്ത് ഇവിടെ വന്ന് ഫിറ്റ് ചെയ്യണമെന്ന് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കും കാണുക, നിങ്ങൾ കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ പുള്ളിയായിട്ട് കോൺടാക്ട് ചെയ്യുക. പുള്ളിയുടെ നമ്പർ വീഡിയോയുടെ താഴെ ഉണ്ടാവും. അപ്പോൾ പുള്ളി തന്നെ പറഞ്ഞു തരും എന്നുള്ള കൃത്യമായിട്ട്. അപ്പോൾ ഓക്കെ. വെൽക്കം ബാക്ക് ടു കാറ്റഗ സാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വാഗണറിൻ്റെ മോഡിഫിക്കേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് വന്നിരിക്കുന്നത് ഞാറക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഈ വണ്ടി വന്നേക്കണത്. ഇദ്ദേഹത്തിൻ്റെയാണ് ഈ വണ്ടി. ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളാണ്, അല്ലേ? സുഹൃത്തുക്കളാണ്. രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ്. അപ്പോൾ രണ്ടുപേരുടെയും പേരുകൾ ആൻ്റണി എന്ന് തന്നെയാണ്. അപ്പോൾ ഇവർ നമ്മുടെ വീഡിയോ കണ്ട്, നമ്മുടെ ചാനലിലെ വീഡിയോ കണ്ട് കാര്യങ്ങൾ അവർക്ക് ഇഷ്ടമായി. അപ്പോൾ അങ്ങനെ നമ്മളുമായി ഒരാഴ്ച മുന്നേ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രൈസ് ലിസ്റ്റും കാര്യങ്ങളെല്ലാം കൊടുത്തു. അവർക്ക് ഇഷ്ടമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ ഷോപ്പിലേക്ക് അവർ വന്നിരിക്കുന്നത്. അവരുടെ വണ്ടിയുടെ വർക്കും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയി. അവർ പറഞ്ഞ പോലെയുള്ള എല്ലാ വർക്കുകളും നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആയി കൊടുത്തിട്ടുണ്ട്, ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരതിൽ സാറ്റിസ്ഫൈഡ് ആണോ, അവർ തൃപ്തികരാണോ എന്നുള്ളത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവരോട് നമ്മളെ മുമ്പിൽ വിളിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് അവരോട് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ പേര് ഇനി വരാൻ താല്പര്യമുള്ളവർക്ക് ഇത് കേൾക്കുമ്പോൾ അവർക്കും ഒരു താല്പര്യം ഉണ്ടാവട്ടെ, നമ്മുടെ അടുത്തേക്ക് വന്ന് വർക്കുകൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം, എന്താണ് നിങ്ങളുടെ അഭിപ്രായം പറയും. ഞങ്ങൾ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ സാധാരണ ഷോപ്പിൽ കിട്ടുന്നതിനേക്കാളും റേറ്റും റീസണബിൾ റേറ്റിൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടാമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഷൈജുമായിട്ട് ബന്ധപ്പെട്ടത്. അങ്ങനെ ഷൈജു ഒരു പ്രൈസ് ലിസ്റ്റൊക്കെ നമുക്ക് തന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വണ്ടി കൊണ്ടുവന്നു. വണ്ടിക്ക് അത്യാവശ്യം വേണ്ടുന്ന സംഭവങ്ങളെല്ലാം നമ്മൾ ചെയ്തു. എല്ലാം വളരെ ഭംഗിയായിട്ട് നല്ല ക്ലീനാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആളുടെ സുഹൃത്തിന് ഇതിന് കൂടുതലായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാം. അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളും കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പോൾ ആൾ പറയുന്ന രീതിയിലാണ് ഓരോ സാധനങ്ങളും ഇദ്ദേഹം അതിൽ അത് മതി, ഇന്നത് മതി, ഇന്നത് ഫിറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ ആളും അതിന് തൃപ്തികരാണോ നമുക്ക് ചോദിച്ചത് ആർക്കൊരു അഭിപ്രായം പറയാനുണ്ടാവും. നമ്മൾ ഉദ്ദേശിച്ചമാരെ തന്നെ ഏകദേശം എല്ലാ കാര്യങ്ങളും നമുക്ക് ഭംഗിയായിട്ട് വണ്ടിയിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസാണ് ഇവിടുന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് കടകളിൽ നമ്മൾ അന്വേഷിച്ചു, പല യൂട്യൂബിൽ പല വീഡിയോസ് നമ്മൾ കണ്ടു. അതിനകത്ത് നമ്മൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടതും റീസണബിൾ ആയിട്ടുള്ള പ്രൈസും നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സും നമുക്ക് ഫിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാറ്റിസ്ഫൈഡാണ്. ഇതിനകത്ത് വേറെ ഒന്നുമല്ല. അപ്പോൾ നിങ്ങൾക്കും കാണാം, പുള്ളിയുടെ വീഡിയോസ് കാണുക. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. ഇപ്പോൾ ഞങ്ങൾ ചെയ്തിരിക്കുന്ന വണ്ടിയുടെ വീഡിയോസും ഓൾറെഡി പുള്ളി എടുത്തിട്ടുണ്ട് ചെയ്തിരിക്കുന്നതൊക്കെ. നിങ്ങൾ കാണുക ഫിറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. കണ്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തീരുമാനിക്കുക എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഇനി നമ്മുടെ വണ്ടിയുടെ ഫിറ്റിങ്സും കാര്യങ്ങളിലേക്ക് പോകാം. നമുക്ക് ഓരോ ഫിറ്റിങ്സ് ചെയ്യുമ്പോഴും അതിൻ്റെ വ്യത്യസ്തതകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. ഇത് വാഗണറിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതിൽ സോണിയുടെ 4 ഡോർ സ്പീക്കർ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മൾ ചെയ്യുന്നുണ്ട്, ക്യാമറ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ വണ്ടിയുടെ ഓരോ ഭാഗങ്ങളായിട്ട് നമ്മൾ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ടൈൽ ലാമ്പിൻ്റെ ഭാഗങ്ങളൊക്കെ അഴിച്ചു നമ്മൾ. പിന്നെ നമുക്ക് ബാക്ക് ബമ്പർ ലൈറ്റ് ഫിറ്റ് ചെയ്യണമെങ്കിൽ ബാക്കിലെ ബമ്പറൊക്കെ ഊരിയെടുക്കണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ബാക്ക് ബമ്പറൊക്കെ നമ്മൾ പകുതി ഊരി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഓരോ വർക്കുകളും നമ്മൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ബാക്ക് ബമ്പറിൻ്റെ ആ റിഫ്ലാക്ടർ രണ്ടും നമ്മൾ ഊരിയെടുത്തു. ഇനി അതിന് പകരം അതിൽ നമ്മൾ മെട്രിക്സ് LED നമ്മൾ ഫിറ്റ് ചെയ്യും. ഇൻഡിക്കേറ്ററും പാർക്ക് ആൻഡ് ബ്രേക്കും ഉള്ള ഒരു മെട്രിക്സ് ലൈറ്റ് നമ്മൾ ഫിറ്റ് ചെയ്യും കേട്ടോ. അതുകൂടാതെ നമ്മൾ ഇപ്പോൾ ഡോർ പാഡുകളെല്ലാം ഊരി വെച്ചിരിക്കുകയാണ്. സോണിയുടെ നല്ല അടിപൊളി സ്പീക്കേഴ്സ് പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡോർ പാഡുകളെല്ലാം ഊരി വെച്ചിരിക്കുന്നത്. സോണിയുടെ സ്പീക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള സ്പീക്കേഴ്സാണ്. നമുക്ക് 1 ഇയർ വാറണ്ടി വരുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ഈ വണ്ടിയിൽ ഹോൺ ഫിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ.
നല്ല അടിപൊളി ക്രെറ്റ ടൈപ്പ് ഹോൺ നമ്മൾ ഫിറ്റ് ചെയ്യുന്നുണ്ട്. ഒരുവിധം എല്ലാ വർക്കുകളും ഇപ്പോൾ ഇന്ന് നമ്മൾ ഈ വണ്ടിയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എല്ലാ പാർട്സുകളും ഊരിയിരിക്കുമ്പോൾ ഈ വണ്ടിയുടെ ഒരു അവസ്ഥ കണ്ടില്ലേ. ഇതെല്ലാം നമ്മൾ മനോഹരമായിട്ട് നമ്മൾ റീപാക്ക് ചെയ്ത് ഫിറ്റ് ചെയ്ത് നല്ല കണ്ടീഷനാക്കും. അതുപോലെ തന്നെ ഇതിൽ അടിപൊളി സീറ്റ് കവറൊക്കെ ചെയ്യുന്നുണ്ട്, ഫ്ലോർ മാറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്, ഫോഗ് ലാംപ്സ് ചെയ്യുന്നുണ്ട്. ഫോഗ് ലാംപ്സൊക്കെ ഫിറ്റിങ്സ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഓൾറെഡി ഇനി അതിൻ്റെ കവറും കാര്യങ്ങളൊക്കെ ഫിറ്റിങ്സ് നമുക്ക് ചെയ്യാനുണ്ട്. ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മൾ ഫിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കമ്പനി വരുമ്പോൾ സെറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു വണ്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മൾ ഫിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. ഇതിൻ്റെ വ്യക്തമായ വർക്കിംഗ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മൾ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഓരോ കസ്റ്റമറും ഇത് കണ്ടിട്ട് പലപ്പോഴും നമ്മളെ വിളിക്കാറുണ്ട്. അപ്പോൾ അവർക്കൊരു ഡൗട്ടില്ലാത്ത രീതിയിൽ മാക്സിമം നമ്മൾ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഇതാണ് സോണിയുടെ നമ്മൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്യാൻ പോകുന്ന സ്പീക്കേഴ്സ്. നല്ല ക്വാളിറ്റിയുള്ള സ്പീക്കേഴ്സ് തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. 4 ഡോറിനും നമ്മൾ ഈ സോണിയുടെ സ്പീക്കർ തന്നെയാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. കമ്പനി ഡോറിലേക്ക് സ്പീക്കർ വയറൊന്നും കൊടുക്കണില്ല. പക്ഷേ നമ്മൾ അഡീഷണൽ നമ്മൾ കേബിളൊക്കെ വലിച്ചിട്ടാണ് നമ്മളിതിലേക്ക് സ്പീക്കേഴ്സ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഫോഗ് ലാമ്പ് നമുക്ക് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ വയറിങ് കാര്യങ്ങളെല്ലാം നമ്മൾ കട്ട് ചെയ്യാതെ തന്നെയാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് കമ്പനി കൊടുത്തിരിക്കുന്ന ആ പ്രൊവിഷനിൽ തന്നെയാണ് നമ്മൾ ഫോഗ് ലാമ്പ് ഫിറ്റ് ചെയ്യണത്. ഇനി അതുകൂടാതെ ആൻഡ്രോയിഡ് സിസ്റ്റത്തിൻ്റെ നാവിഗേഷൻ ആൻറ്റിന നമ്മൾ ഫിറ്റ് ചെയ്യുന്നു. അതുകൂടാതെ കമ്പനിയുടെ അതേ കപ്ലറിൽ നിന്ന് തന്നെ കണക്ടറുകളും കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് നമ്മളത് കണക്ഷനും കാര്യങ്ങളെല്ലാം കൊടുത്ത് നമ്മൾ ആൻഡ്രോയിഡ് സിസ്റ്റം പ്ലസ് ക്യാമറ നമ്മൾ ഫിറ്റ് ചെയ്യും. നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ഷാർപ്പിൻ്റെ ആൻഡ്രോയിഡാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള MTK പ്രൊസസ്സറുള്ള ഷാർപ്പിൻ്റെ ഇത്തിരി റേറ്റ് കൂടുതലാണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഷാർപ്പിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റം. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഈ വണ്ടിയിൽ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. വാഗണറിൻ്റെ നല്ല ഒറിജിനൽ പാനലിൽ നമ്മളത് ഫിറ്റ് ചെയ്ത് കണക്ഷൻ കൊടുക്കും. അതുപോലെ തന്നെ അതിൻ്റെ പ്ലഗിങ്ങും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്ത് ക്ലീൻ ആക്കിയിട്ടാണ് നമ്മൾ ഓരോ വണ്ടിയിലും നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ആൻഡ്രോയിഡ് സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് നല്ല ഒരു അടിപൊളി 2GB 16GB ഹാർഡ് ഡിസ്കുള്ള നല്ല ഷാർപ്പിൻ്റെ സിസ്റ്റമാണ് ഇപ്പോൾ നമുക്ക് ഇതിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഡോർ സ്പീക്കറുകളെല്ലാം നമ്മൾ പിടിപ്പിക്കാൻ പോകുന്നു കേട്ടോ. 4 ഡോറുമ്പോൾ നമ്മൾ സോണിയുടെ നല്ല സ്പീക്കർ പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഡോർ സ്പീക്കർ നമ്മൾ വയറിങ് എല്ലാം ചെയ്ത് നമ്മളിത് നല്ല സെൽഫ് ത്രെഡ് സ്ക്രൂസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ സ്ട്രോങ് ആയിട്ടാണ് നമ്മൾ പിടിപ്പിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഡോർ സ്പീക്കറുകളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ ഡോർ പാഡുകളും കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് പാക്ക് ചെയ്യാൻ പോവാണ്. ഓരോ ഡോർ പാഡുകളും നമ്മൾ കൃത്യമായിട്ട് പാക്ക് ചെയ്ത് ഇനി അതുകൂടാതെ നമ്മൾ റിഫ്ലാക്ടർ LED നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നു കേട്ടോ. റിഫ്ലാക്ടർ നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. ഇനി അതിന് പകരം നമ്മൾ മാട്രിക്സ് LED ലൈറ്റ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് സ്ഥിരം നമ്മളിപ്പോൾ മാരുതിയുടെ വണ്ടിയിലായാലും ഒരുവിധം എല്ലാ വണ്ടികൾക്കും നമുക്കിതിൻ്റെ മാട്രിക്സ് LED വരുന്നുണ്ട്. നമ്മളിത് എല്ലാ വണ്ടിയിലും നമ്മളിത് ഫിറ്റ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ വയറിങ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത് കണക്ടറുകളും കാര്യങ്ങളും ഉപയോഗിച്ചിട്ടാണ്. യാതൊരുവിധ വയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അത് ടൈൽ ലാമ്പിൽ നിന്ന് വരുന്ന ഔട്ട്ലൈനിൽ നിന്നാണ് നമ്മളിതിൻ്റെ കപ്ലറും കാര്യങ്ങളും വെച്ചിട്ട് കണക്ഷൻ എടുക്കുന്നത്. മെയിൻ കണക്ഷനിൽ നിന്നല്ല, ടൈൽ ലാമ്പിൻ്റെ ഔട്ട്ലൈനിൽ നിന്നാണ് നമ്മളിതിൻ്റെ എല്ലാ കണക്ഷനുകളും എടുക്കുന്നത്. അപ്പോൾ ഓരോ വയറിനും നമ്മൾ സെപ്പറേറ്റ് പ്രത്യേകം കപ്ലർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓരോ കണക്ടറുകളും നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മാട്രിക്സ് LEDയുടെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഇതിൽ 3 ഓപ്ഷനാണുള്ളത്: പാർക്ക്, ബ്രേക്ക്, ഇൻഡിക്കേറ്റർ. 3 ഓപ്ഷൻ നമുക്കിതിൽ വരുന്നുണ്ട്. നല്ലൊരു മനോഹരമായ ഒരു ഐറ്റം തന്നെയാണ്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലെ വർക്കുകൾ നോക്കാം കേട്ടോ. സീറ്റ് കവർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ സീറ്റെല്ലാം ഊരി പുറത്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്ലോർ മാറ്റാണ്. വിനയൽ ഫ്ലോറിങ്, നല്ല ക്വാളിറ്റിയുള്ള റെസ്പോൺസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ വിനയൽ ഫ്ലോറിംഗ് ആണ് നമ്മൾ ചെയ്താൻ പോകുന്നത്. സീറ്റ് കവർ നമ്മൾ നല്ലൊരു പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. റെഡും ബ്ലാക്കും കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ടൊരു കളറാണ്. റെഡും ബ്ലാക്കും അതിൽ നമ്മൾ റെഡ് നൂല് കൊണ്ട് തന്നെയാണ് അതിൻ്റെ സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്.
നല്ലൊരു ഡിസൈനാണ് ഇപ്പോൾ കസ്റ്റമർ സെലക്ട് ചെയ്തേക്കണ ഒരു ഡിസൈൻ. ഇത് നമ്മൾ മുമ്പും കുറേ വണ്ടികൾ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. ഈ വണ്ടിയിലേക്ക് നല്ല ഒരു മാച്ചിങ് കൂടിയുണ്ട്. വൈറ്റ് കളർ ആയതുകൊണ്ട് ബ്ലാക്ക് ആൻഡ് റെഡ് നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. കൂടാതെ നമ്മൾ ഈ വണ്ടിയിൽ സെൻറ്റർ ലോക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. മാനുവൽ ലോക്ക് മാത്രമുള്ള ഒരു വണ്ടിയാണിത്. ഇതിൽ നമ്മൾ റിമോട്ട് സിസ്റ്റം ആക്കാൻ പോവാണ് കേട്ടോ. 3 വർഷം വാറണ്ടിയുള്ള ഒരു റിമോട്ട് സിസ്റ്റം നമ്മൾ ഈ വണ്ടിയിൽ ചെയ്യാൻ പോവാണ്. പിന്നെ നമ്മൾ ഈ വണ്ടിയിൽ ചെയ്യുന്നത് ക്യാമറ, ബട്ടൺ ക്യാമറയാണ് നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഷാർപ്പിൻ്റെ LCDയിലേക്ക് ആൻഡ്രോയിഡ് സിസ്റ്റത്തിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് ബട്ടൺ ക്യാമറയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നല്ല ക്ലാരിറ്റിയുള്ള HD ക്യാമറയാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത്. ഇതാണ് നമ്മുടെ വിഷൻ. നല്ല ക്വാളിറ്റിയുള്ള ഒരു ക്യാമറ തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല കവറേജും നമുക്ക് ഈ ക്യാമറയിൽ കിട്ടും. 170 ഡിഗ്രി കവറേജ് കിട്ടുന്ന ഒരു ക്യാമറയാണ് കേട്ടോ നമ്മളിപ്പോൾ ഒന്ന് കണക്ട് ചെയ്തത്. കൂടാതെ നമ്മൾ ഉള്ളിൽ ഒരു ആംബിയൻസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. റെഡ് കളറിലുള്ള ഒരു ആംബിയൻസ് ലൈറ്റാണ് നമ്മൾ ഈ വണ്ടിയിലേക്ക് ഫിറ്റ് ചെയ്തേക്കുന്നത്. സാധാരണ കൂടുതലും ബ്ലൂ കളറാണ് ഫിറ്റ് ചെയ്യാറ്. ഇന്ന് റെഡ് കളർ ചെയ്യാൻ കാരണം ആ സീറ്റിന് കൊടുത്തിരിക്കുന്ന ഡിസൈൻ റെഡ് ആയതുകൊണ്ട് കസ്റ്റമർക്ക് താല്പര്യം റെഡ് കളർ ആംബിയൻസ് ലൈറ്റ് കൊടുക്കാനാണ് കസ്റ്റമർക്ക് താല്പര്യം. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് റെഡ് കളറിലുള്ള ഒരു ആംബിയൻസ് ലൈറ്റാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ സീറ്റിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി സീറ്റെല്ലാം നമ്മളെ വണ്ടിയുടെ അകത്തേക്ക് കയറ്റി നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോവാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വാഗണറിൻ്റെ സൈഡ് ബീഡിംഗ് ആണ്. ക്രോം പ്ലേറ്റിംഗ് ഉള്ള നല്ല അടിപൊളി സൈഡ് ബീഡിംഗ് ആണ് കേട്ടോ. ബ്ലാക്കും ക്രോമും കൂടിയിട്ടുള്ള നല്ല വീതിയുള്ള ക്രോമുള്ള ഒരു സൈഡ് ബീഡിംഗ് ആണ് നമ്മളിന്ന് വാഗണറിന് ഫിറ്റ് ചെയ്യണത്. നല്ല വീതിയുള്ള ഒരു സൈഡ് ബീഡിങ് തന്നെയാണ്. കാണാൻ നല്ല ഷോ തന്നെയാണ്. ഏത് കളറായാലും ഈ സൈഡ് ബീഡിങ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. കൂടാതെ നമ്മൾ ഈ വണ്ടിയിൽ സീറ്റ് കവറിന് മാച്ചായ തരത്തിലുള്ള ഒരു സ്റ്റിയറിംഗ് കവർ, ബ്ലാക്കും റെഡും കൂടിയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് കവറും നമ്മൾ ഈ വണ്ടിയിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്ത വർക്കുകൾ ഓരോന്നായിട്ട് നമുക്ക് കൃത്യമായിട്ട് കാണാം. സീറ്റ് നമ്മൾ വണ്ടിയുടെ ഉള്ളിലെല്ലാം ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ സീറ്റ് ഫിറ്റ് ചെയ്ത് അതിൻ്റെ ഒരു കോമ്പിനേഷൻ നമുക്ക് ആ സ്റ്റിയറിങ്ങും അതുപോലെ തന്നെ ആംബിയൻസ് ലൈറ്റ് റെഡ്, സ്റ്റിയറിംഗ് കവർ റെഡ്, സീറ്റ് കവർ റെഡ്, ആ ഒരു ഭംഗി, ആ ഒരു കോമ്പിനേഷൻ നമുക്ക് കാണാം. നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആംബിയൻസ് ലൈറ്റിൻ്റെയും ആ സീറ്റ് കവറിൻ്റെയും ആ ഡിസൈനും കാര്യങ്ങളെല്ലാം നല്ല മനോഹരമായിട്ടുണ്ട്. വണ്ടിയുടെ ഉള്ളിലത്തെ ആ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം. അതുപോലെ തന്നെ നമ്മൾ ഈ വണ്ടിയിൽ സ്പോയിലർ കാര്യങ്ങൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഒറിജിനൽ സ്പോയിലർ ബോൾട്ട് ടൈപ്പാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. വൈറ്റ് കളർ, അതേ കമ്പനി കൊടുക്കുന്ന അതേ കളറിലുള്ള ഒരു സ്പോയിലർ നമ്മൾ ഫിറ്റ് ചെയ്യും ഈ വണ്ടിയിൽ. പിന്നെ നമ്മൾ ടൈൽ ലാമ്പും വരുന്ന ഒരു ക്രോം ഗാർണിഷ്, ഇത് ഒരുവിധം എല്ലാ വണ്ടികളും നമ്മൾ ഫിറ്റ് ചെയ്യാറുള്ളതാണ്. ടൈൽ ലാമ്പിൻ്റെ ക്രോമും വാഗണറിൻ്റെ ക്രോമും കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. ഡിക്കിമ വാഗണർ എന്ന് പറഞ്ഞ ഒരു ക്രോം വരുന്നത് കൊണ്ട് ഇതിൻ്റെ ക്രോമും കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. സ്പോയിലർ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സ്പോയിലർ ഇതാണ്. ABS ആണ്. ഐഡിസിൻ്റെ ഒറിജിനൽ കമ്പനി സ്പോയിലറാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. ലൈറ്റ് വെയ്റ്റ് ആണ്. 2 ബട്ടൺ സ്ക്രൂമിയാണ് നമ്മളിത് ഫിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിന് ക്യാപ്പും കാര്യങ്ങളും വെള്ളം കിടക്കാതിരിക്കാനുള്ള ക്യാപ്പും കാര്യങ്ങളും എല്ലാം ഈ സ്പോയിലറിനുണ്ട്. ഒറിജിനൽ സ്പോയിലറാണ് വിത്ത് ബോഡി കളർ. കൂടാതെ നമ്മൾ ഈ വണ്ടിയിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഹോൺ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം.
അവസാനമായി നമുക്ക് അതിൻ്റെ സെൻട്രൽ ലോക്കിൻ്റെ റിമോട്ട് സിസ്റ്റം വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നമ്മുടെ ഈ പുതിയ വാഗണറിലെ എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആയി. കസ്റ്റമർ പറഞ്ഞതുപോലെയുള്ള എല്ലാ വർക്കുകളും ചെയ്ത് നമ്മൾ കസ്റ്റമർക്ക്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ വാഹനങ്ങളും നിങ്ങൾക്ക് മോഡിഫിക്കേഷൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേരും കാര്യങ്ങളും എല്ലാം, അതുപോലെ തന്നെ ഷോപ്പിൻ്റെ പേര്, അഡ്രസ്സ് കാര്യങ്ങളെല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളുമായി കോൺടാക്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ ടാറ്റ.